ഞാൻ ആദ്യം കണക്കുകളിലേക്ക് വരാം, അതിനുശേഷം ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്കും വരാം. കണക്കുകളിലേക്ക് വന്നാൽ നോക്കൂ, ഈ ബജറ്റിൽ വളരെ കൗതുകകരമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അത് 6.15% എന്നുള്ളതാണ്. എന്താണ് 6.15%? നമ്മളുടെ വരുമാനത്തിലുണ്ടായ വർധനവ് ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കിയാൽ GSDP-യിലുണ്ടായ മൊത്തത്തിലുള്ള വർധനവ് എടുത്തു നോക്കിയാൽ 6.15%. ഏകദേശം 6.25 ലക്ഷം കോടിയുടെ GSDP-യുടെ കണക്കിൽ ഒരു വലിയ വർധനവ് നമുക്കുണ്ടായിരിക്കുന്നു. വളർച്ചാ നിരക്ക് 6.15%. നോക്കൂ, ആ കണക്കിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ 6.15% കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാനത്തിന് കിട്ടാനുണ്ടായിരുന്ന ധനവിഹിതത്തിൽ സംഭവിച്ചിരിക്കുന്ന കുറവ്. അതായത് കേന്ദ്രം നമുക്ക് നൽകാനുള്ളതിൽ 6.15% കുറവ് സംഭവിക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ വരുമാനം ഉയർത്തി നിർത്താൻ സാധിച്ചിട്ടുണ്ട്. GSDP-യുടെ കാര്യത്തിലും വർധനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വരുമാനത്തിൻ്റെ കാര്യത്തിൽ GSDP അല്ല, നമ്മളുടെ ടോട്ടലായിട്ടുള്ള ഇൻകത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എത്രയാ വർധനമുണ്ടായിരിക്കുന്നു നോക്കൂ. 1,24,486 കോടിയായിരുന്നത് 1,24,861 കോടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 0.3% വർധനയുണ്ടായിരിക്കുന്നു എന്നർത്ഥം. എവിടെ? 6.1% കേന്ദ്രത്തിൻ്റെ കൈമാറ്റത്തിൻ്റെ കുറവുണ്ടാവുമ്പോഴാണ് മൊത്തം വരുമാനത്തിൽ നമുക്ക് ഈ വർധനമുണ്ടായിരിക്കുന്നത്. ഇത് സംസാരിക്കുന്ന കണക്കാണ്. ഇത് ചെറിയ കണക്കാണോ? നിഷേധിക്കാൻ പറ്റുമോ? എങ്ങനെയാണ് നിഷേധിക്കാൻ പറ്റുക? മൊത്തം നമ്മുടെ വരുമാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വർധനവ. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക വളർച്ചയാണോ സംസ്ഥാനത്തിനുണ്ടായിരിക്കുന്നത്, സാമ്പത്തികമായ തളർച്ചയാണോ? ഇതാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അപ്പോൾ ഇത് അപ്രായോഗികമാകണം എന്ന് പറയണമെങ്കിൽ അടിസ്ഥാനമായി ഈ സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റായിട്ട് വരണമല്ലോ. സ്വാഭാവികമായും എല്ലാ കാലങ്ങളിലും റിവൈസ്ഡ് എസ്റ്റിമേറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ ബഡ്ജറ്റ് ചെയ്തിരിക്കുന്ന എസ്റ്റിമേറ്റിനേക്കാൾ വ്യത്യാസമായിരിക്കും ആക്ച്വൽസ് വരിക. ഇവിടെയും അത് സംഭവിച്ചിട്ടുണ്ട്. 17,000 കോടിയുടെ ഡിഫറൻസ് സംഭവിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിലും ഇത് സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കാറുമുണ്ട്. അതങ്ങനെയാണ് ഓരോ കാലഘട്ടത്തിലും. പക്ഷേ ഇക്കുറി ഒരു പ്രത്യേകത കൂടിയുണ്ട്. കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ധനസഹായം ഗണ്യമായി കുറഞ്ഞിരിക്കുമ്പോൾ പോലും നമുക്കൊരു വളർച്ച ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ചെറിയ കാര്യമല്ല. അതെങ്ങനെയാണ് സാധിച്ചത്? ഏകദേശം 23% മാത്രം കേന്ദ്രത്തിൻ്റെ സഹായം ആശ്രയിച്ച് കഴിയുന്ന ഒരു സംസ്ഥാനത്തിന് ബാക്കിയുള്ള 77% സ്വന്തം സംസ്ഥാനത്തിൻ്റെ തനത് നികുതിയേതര വരുമാനത്തിൽ നിന്നാണ് വർധനമുണ്ടാക്കേണ്ടി വരുന്നത്. വർധനമുണ്ടായിട്ടുണ്ടോ? അതാണ് എൻ്റെ രണ്ടാമത്തെ കണക്ക്. തനത് നികുതിയുടെ കാര്യത്തിൽ ബഡ്ജറ്റിലൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് തനത് നികുതിയുടെ കാര്യത്തിൽ 3.1% വർധനവ്, നികുതി ഇതരത്തിൻ്റെ കാര്യത്തിൽ 0.9% വർധനമുണ്ടായിരിക്കുന്നു. GST എല്ലാ മേഖലകളെയും പൂർണ്ണമായിട്ടും GST കടന്നു വരുമ്പോൾ അതിൽ വളരെ കുറച്ചു മാത്രം മേഖലകളാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഭവ സമാഹരണത്തിന് വേണ്ടി മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. ആ മേഖലകളിൽ, അത് ലോട്ടറി അടക്കമുള്ള കാര്യങ്ങളിൽ, മദ്യമടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ വളരെ നാമമാത്രമായ കാര്യങ്ങളിൽ അതിൽ 0.9% വർധനവ്. നികുതി പിരിച്ചെടുക്കുന്ന കാര്യത്തിൽ 3.1% ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നു. ചെറിയ കാര്യമല്ല. അതുകൊണ്ട് മാത്രമാണ്, അതാണ് ബഡ്ജറ്റിൽ ധനമന്ത്രി പറയുന്നത്, അതൊരു പരമമായ രഹസ്യമാണ്. കേന്ദ്രം ഇങ്ങനെയൊക്കെ ഞെരുക്കുമ്പോഴും എങ്ങനെയാണ് നമുക്കിങ്ങനെ സാമ്പത്തികമായ വളർച്ച സാധ്യമാകുന്നത് എന്നുള്ളത്. അപ്പോൾ അടിസ്ഥാനമായി ഈ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്നാൽ ധനക്കമ്മി ആശങ്കപ്പെടുത്തുന്നതാണോ? 4%-ലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആ രീതിയിൽ ആശങ്കപ്പെടുത്തുന്നതല്ല. എന്നാൽ അതേസമയം 3.86% എന്നുള്ളത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 3.02 എന്ന ശതമാനത്തെ അപേക്ഷിച്ച് അല്പം കൂടുതലുമാണ്. എന്നാൽ മൊത്തം കടത്തിൻ്റെയും GSDP അനുപാതത്തിൻ്റെ കാര്യത്തിൽ കേരളം കടത്തിലാണോ? അല്ല എന്നതാണ് വാസ്തവം. മൊത്തം ഈ കടം GSDP റേഷ്യോ എടുത്തു നോക്കിയാൽ നമ്മുടെ രാജ്യത്തെ പാതി സംസ്ഥാനങ്ങളിൽ ഏറ്റവും മോശമായ അവസ്ഥയിലല്ല കേരളം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആദ്യത്തെ ഏറ്റവും മോശമായ കടക്കെണിയിലുള്ള 10 സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് എടുത്താൽ കേരളം അതിലില്ല എന്നതാണ് വാസ്തവം. എന്നിട്ടാണ് നമ്മൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കടക്കെണിയിലാണ് എന്നുള്ള ഒരു കള്ള പ്രചരണം നടക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോഴും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കടമെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതും കേരളത്തിന് അർഹതപ്പെട്ടിരിക്കുന്ന വായ്പാ അനുപാതത്തിൽ കേന്ദ്രത്തിന്റെ പൊതുകടം 57%. അതെ, 57% GDP-യുടെ 200 ലക്ഷം കോടിയാ. അതെ, അവിടെയാണ് ഈ 35%, 37% വരുന്ന കേരളത്തിന്റെ കണക്കുമായിട്ട് താരതമ്യം ചെയ്യുന്നത്. അതാണ് പിയാസുൽ പറഞ്ഞതിന്റെ ഒരു കൗതുകം കൂടി. അപ്പോൾ ദേശീയ തലത്തിൽ അത്രയും ആകാം, സംസ്ഥാന തലത്തിൽ ഇത്രയും ആകുമ്പോൾ അതിന് വലിയ രീതിയിൽ കഴിഞ്ഞ വർഷം 5% കുറവാണ്. 5% കുറവ് സംഭവിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ 5% കുറവാണ് കേരളത്തിൽ. 38, ഇപ്പം 33.5% മറ്റുമാണ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം 57% ദേശീയ രാജ്യം മൊത്തം കടക്കണിയിൽ നിൽക്കുമ്പോൾ 33%-ലേക്ക് സംസ്ഥാനത്തിന്റെ കടബാധ്യത ചുരുങ്ങുന്നു. ഏത് കടം GSDP
GDP റേഷ്യോവിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ മുന്നിലുള്ള വസ്തുതകളാണ്. ഈ വസ്തുതകൾ മുന്നിലേക്ക് എങ്ങനെയാണ് ഈ ബജറ്റ് അപ്രായോഗികമാകുന്നത് എന്നതാണ് എൻ്റെ ചോദ്യം. ഇനി ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കൂടി വരാം. ഇതിൻ്റെ രാഷ്ട്രീയം എന്താണ് യഥാർത്ഥത്തിൽ? രാഷ്ട്രീയം യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു പോകേണ്ടതല്ലേ? എന്താ ഇതിൻ്റെ രാഷ്ട്രീയം? സർവ്വതല സ്പർശിയായിട്ടുള്ള കാര്യമാണ്. അടിസ്ഥാന വിഭാഗങ്ങളെ ചേർത്ത് നിർത്തുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബിരുദ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു എന്നുള്ളത്. ബിരുദ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നത് ഇത്ര വലിയ കാര്യമാണോ എന്ന് നമുക്ക് ചോദിക്കും. കാരണം എന്താ? ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഇപ്പോൾ ഒരു മലയാളമോ ഇംഗ്ലീഷ് ലിറ്ററേച്ചറോ ഒക്കെ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവൻ്റെ ഫീസ് ഒരു പക്ഷേ 2500 3000 താഴെയൊക്കെ ആയിരിക്കും. പക്ഷെ നോക്കൂ, അത് കൊടുക്കുന്നൊരു മെസ്സേജ് ചെറുതല്ല. രാജ്യമൊന്നാകെ 12ാം ക്ലാസ് വരെ സാർവത്രികവും സൗജന്യവും വിദ്യാഭ്യാസം നിർബന്ധിത വിദ്യാഭ്യാസമാകുമ്പോൾ നമ്മുടെ സംസ്ഥാനം ബിരുദ തലം വരെ അത് സൗജന്യമാക്കുകയാണ്. അത് കൊടുക്കുന്ന മെസ്സേജ് ചെറുതാണോ? മാനവ വിഭവശേഷിയിൽ വൈജ്ഞാനിക സാമ്പത്തിക വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ ഒരു എക്കണോമിയെ സംബന്ധിച്ച് അവിടെ ബിരുദ തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി പഠിക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറുകയാണ്. ചെറിയ കാര്യമാണോ അത്? അത് കൊടുക്കുന്ന മെസ്സേജ് ചെറുതാണോ? വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, രക്ഷിതാക്കളെ സംബന്ധിച്ച് അവരുടെ കാര്യത്തിലുള്ള ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും കൂടാതെ അവർക്ക് ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു മെസ്സേജായിട്ടാണ് നിങ്ങൾ ആശുപത്രിയിൽ ഈ റോഡ് ആക്സിഡൻറ്റിൽ പെട്ട് കിടക്കുന്നവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധാരണ ആളുകൾ മടിക്കുന്ന സമയത്ത് ഈ സാമ്പത്തിക ബാധ്യതയും കേസുമാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. ഇതാ നോക്കൂ, 5 ദിവസത്തേക്ക് ചെലവേറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെന്നേ. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും സഹായിക്കാനില്ലാത്ത മനുഷ്യർക്കൊപ്പം നിൽക്കുമ്പോഴാണ് അത് സാധ്യമാവുക. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ അവലോകന റിപ്പോർട്ട് പുറത്തു വന്നു. ആ അവലോകന റിപ്പോർട്ടിൽ കേരള സർക്കാരിൻ്റെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? മാതൃകാപരം എന്നുള്ളതാണ്. ഗ്രാമവികസനത്തിൻ്റെ കാര്യത്തിലും ആസൂത്രണത്തിൻ്റെ കാര്യത്തിലും കേരളം മാതൃകയാണ് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ എന്നുള്ളത് കേന്ദ്രം സാക്ഷ്യപ്പെടുത്തുകയാണ്. കേന്ദ്രത്തിൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഇരിക്കട്ടെ, കാര്യം അവർ നമുക്ക് സർട്ടിഫിക്കറ്റ് തരാറുള്ളൂ, പലതും സർട്ടിഫിക്കറ്റ് ഉള്ളപ്പോൾ ചെക്ക് തരാറില്ല എന്നുള്ളതാണ്. ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിത മനുഷ്യർ ഈ സർക്കാർ ഏറ്റെടുത്തില്ലേ? ബജറ്റിലല്ല പ്രൊവിഷൻ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് 18,75,69,000 രൂപ മുഴുവൻ വായ്പയും ഏറ്റെടുത്തു. 585 ദുരന്തബാധിതരായ മനുഷ്യരുടെ മുഴുവൻ കടങ്ങളും 10 ലക്ഷത്തിന് മുകളിലും 10 ലക്ഷത്തിന് താഴെയുമായി ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ്. അതിനകത്തെ രാഷ്ട്രീയമാണ് ചേർന്നിരിക്കുന്നത്. നിങ്ങൾ ആരുടെ കടമാണ് എഴുതിത്തള്ളുന്നത്? കോർപ്പറേറ്റുകളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ടതില്ല. പക്ഷേ ദുരന്തബാധിതരായ മനുഷ്യരുടെ കടം എഴുതിത്തള്ളണം എന്നുള്ളതിന് ക്ലോസുകൾ തിരഞ്ഞു പോവുകയാണ്. എങ്ങനെ തടയണം എന്നുള്ളതിനെ കുറിച്ചോർത്ത് അപ്പോഴും ഈ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിലെ ക്ലോസ് 13 കണ്ടില്ലെന്ന് നടിക്കും. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയം. അവിടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ രാഷ്ട്രീയം അവരെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. ആ രാഷ്ട്രീയത്തിനൊരു തെളിമയുണ്ട് എന്നുള്ളതാണ്. ഇനി നോക്കൂ, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞു 2500 ആക്കി വർദ്ധിച്ചില്ലല്ലോ. അതല്ലേ പ്രകടന പത്രികയിൽ? പറ്റിയില്ലെന്നേ, 2500 വർദ്ധിപ്പിച്ചില്ല. പക്ഷേ 1600 എന്നുള്ളത് 2000 വർദ്ധിപ്പിക്കുക മാത്രമല്ല, അതിനുവേണ്ടി ചെലവിട്ട കണക്ക് നേരത്തെ പിയാസുനിൽ പറഞ്ഞു. കേൾക്കാത്തവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 5 വർഷം കൊണ്ട് 10,700 കോടി രൂപയായിരുന്നു 10,700 കോടി രൂപയായിരുന്നു ക്ഷേമ പെൻഷന് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 35,089 കോടിയും 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് 48,384 കോടിയും. അതിപ്പോൾ മാർച്ച് ആകുമ്പോഴേക്കും 54,000 കോടിയാവും. മൊത്തം നോക്കിയ 90,000 കോടി രൂപയാണ് പിണറായി സർക്കാരിന്റെ കാലത്തേക്ക് കൂട്ടിയിട്ടാ. അതായത് കഴിഞ്ഞ ഒന്നാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുന്നത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തോമസ് ഐസക്കിന്റെ കാലത്തെ ബജറ്റിലാണ്. അതിന്റെ കുടിശ്ശിക കൂടി കൊടുത്തു തീർക്കുന്നത്, അതുകൂടി കൊടുത്തു തീർക്കുമ്പോൾ കുടിശ്ശിക ഇനത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോ ആകെ ഉമ്മൻചാണ്ടി കാലാവധി പൂർത്തിയാക്കുമ്പോൾ കുടിശ്ശികയില്ല. അതാണ് അടുത്ത പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ മൊത്തം 10,700 കോടി രൂപ മാത്രമാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ക്ഷേമ പെൻഷന്റെ പേരിൽ ചെലവഴിച്ചത്. തർക്കമുണ്ടോ? ആർക്കെങ്കിലും തർക്കമുണ്ടോ? എന്നാൽ ആ കണക്കാണോ ഇപ്പോ ഈ പിണറായി സർക്കാരിന്റെ കാലത്ത്? ഒരു കുടിശ്ശിക, 1 രൂപയുടെ കുടിശ്ശിക ഈ സർക്കാർ ഇറങ്ങിപ്പോകുമ്പോൾ ക്ഷേമ പെൻഷന്റെ കാര്യത്തിലുണ്ടോ? 2000 രൂപ സാധാരണക്കാരായ മനുഷ്യരുടെ കൈകളിലേക്ക് എത്തുകയില്ലേ? എത്രയാ? 54,000 കോടി. അതിനുള്ള 14,500 കോടി രൂപ കൂടി ഈ ബജറ്റിൽ നീക്കിവെച്ചിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ഈ ബജറ്റ് പൂർണ്ണ ബജറ്റ് ആകേണ്ടത്? ആ വിഷൻ അവിടെ ഉൾക്കൊണ്ടിട്ടുണ്ടാവണം എന്നുള്ളതാണ്. ഇനി ഈ സർക്കാർ പോയി മറ്റേത് സർക്കാർ വന്നാലും ഈ വിഷനിൽ നിന്ന് നിങ്ങൾക്ക് അധികം മാറിപ്പോകാനാവില്ല. അതാണ് അതിൻ്റെ രാഷ്ട്രീയം. ആ കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ. അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കണക്കുകൾ നമ്മുടെ മുന്നിൽ ചെറിയ കണക്കല്ല. 62 ലക്ഷം സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുടെയും സാധാരണക്കാരായ മനുഷ്യരുടെയും കൈകളിലേക്ക് ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എത്തുന്നത് 32 ലക്ഷത്തോളം വരുന്ന ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരുടെ കൈകളിലേക്ക് അവരുടെ സ്ത്രീ സുരക്ഷാ പെൻഷൻ എത്തുന്നത്, 5 ലക്ഷം വരുന്ന യുവജനങ്ങളുടെ കൈകളിലേക്ക് കണക്ട് ടു കേരളയുടെ ഭാഗമായിട്ട് ഈ പെൻഷനുകൾ എത്തുന്നത്. ഇതിനുള്ള കണക്ക്, അതിനുള്ള
പണം ഇതിൽ കണ്ടുവച്ചിട്ടാണ് ഈ ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതെങ്ങനെയാണ് അപ്രായോഗികമാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക? ഇതിൽ എവിടെയാണ് അപ്രായോഗികതയുള്ളത്? അതാണ് എനിക്ക് മനസ്സിലാവാതെ പോകുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒഴിച്ചു നിർത്തിയാൽ, കാര്യം അത് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ല, അത് ശമ്പള പരിഷ്കരണത്തിന് ശേഷം എത്രയാണ് തീരുമാനിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ സാധിക്കൂ. DA കുടിശ്ശികയുടെ കാര്യത്തിൽ മാത്രമാണ് ഇതിനകത്തൊരു കണക്കിൽ വ്യക്തത വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇനി രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിവിടെ കൊണ്ട് അവസാനിക്കുന്നില്ലല്ലോ. ഇനി വളർച്ച ഏതൊക്കെ മേഖലകളിൽ ഇല്ലാതെ പോയി നോക്കൂ. കാർഷിക മേഖലയിൽ വളർച്ചയില്ലാതിരുന്നോ? കഴിഞ്ഞ 5 വർഷക്കാലം, ഈ കഴിഞ്ഞ ഒരു വർഷത്തിലെ കണക്ക് മാത്രം ഞാൻ പറയാം. 0.24% നിന്ന് 2.36% കൃഷി മേഖലയിൽ മാത്രം. കൃഷി അനുബന്ധ മേഖല വരുമ്പോൾ കുറച്ചുകൂടി ഉണ്ടാവും. കൃഷിയുടെ കാര്യത്തിൽ മാത്രം, പ്രാഥമിക മേഖലയിൽ മാത്രം 2.36% വളർച്ചയുണ്ടായില്ലേ? മത്സ്യബന്ധന മേഖല നെഗറ്റീവ് ഗ്രോത്ത് ആയിരുന്നു കഴിഞ്ഞ വർഷം. ഇക്കുറി അത് നെഗറ്റീവ് 3.58% നിന്ന് 10.55% വളർന്നു. ബ്ലൂ എക്കണോമി, വ്യവസായ മേഖല 7.87% അത് വളർന്നു. 7.87% വ്യവസായ മേഖലയിലെ വളർച്ച. വന്നിരിക്കുന്നതോ 1.17 ലക്ഷം സംരംഭങ്ങൾ, 7,798 കോടി, 2.49 ലക്ഷം തൊഴിൽ. ഇതൊക്കെ നമ്മുടെ മുന്നിലെ സംസാരിക്കുന്ന കണക്കുകളാണ്. ഈ കണക്കുകൾ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്കിത് അപ്രായോഗികമെന്ന് പറയാൻ കഴിയില്ല. ഇനി സർക്കാർ മാറുകയാണെങ്കിൽ അത് ആ സർക്കാരിൻ്റെ ബാധ്യതയാണ്. ജനക്ഷേമപരമായ പദ്ധതികൾ നടപ്പാക്കുന്ന ഒരു ബജറ്റ് വേണോ, അതോ ഇതിനേക്കാൾ മറികടക്കാവുന്ന ഒരു ബജറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് സ്വാഗതം ചെയ്യാമെന്നേ. പക്ഷേ അതിനെ അപ്രായോഗികമെന്ന് വിളിച്ച് കളിയാക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ടേക്ക് ഇതിൽ. അപ്പോൾ കണക്കുകൾ നമ്മളോട് പറയുന്നത് യഥാർത്ഥത്തിൽ ഇത് സാധൂകരിക്കത്തക്കതായ, ഇത് സാധ്യമാകുന്ന ഒരു ബജറ്റാണ് എന്നുള്ളത് തന്നെയാണ്, ചേർത്ത് നിർത്തുന്ന ബഡ്ജറ്റാണ് എന്നാണ് എൻ്റെ ടേക്ക്. രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം പറയുക തന്നെ വേണം. മതമാണ് പ്രശ്നം എന്ന് പറയുന്നിടത്ത് മതമല്ല പ്രശ്നം, അത് എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം എന്നുള്ളത് പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. അത് ബജറ്റിലൂടെ പറയാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അടിസ്ഥാന വിഭാഗങ്ങൾക്ക്, പട്ടികജാതി വിഭാഗങ്ങൾക്ക്, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നീക്കിവെച്ചിരിക്കുന്ന കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് ഈ ബജറ്റിനെ ഒരു പ്രായോഗിക ബഡ്ജറ്റാണ്, സാമൂഹിക നീതിയുടെ സ്പർശമുള്ള ബഡ്ജറ്റാണ് എന്നാണ് ഞാൻ വിലയിരുത്തുക.